ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിനായി ഇന്ത്യ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥി ജസ്റ്റിസ് ബി സുദർശൻ റെഡ്ഡി ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. മല്ലികാർജ്ജുൻ ഖർഗെ, പ്രിയങ്ക ഗാന്ധി, KC വേണുഗോപാൽ, അഖിലേഷ് യാദവ്, ശരത് പവാർ അടക്കം ഇന്ത്യ സഖ്യത്തിലെ മുഴുവൻ പാർട്ടികളുടെയും പ്രതിനിധികൾ ചടങ്ങിൽ പങ്കെടുക്കും. NDAയുടെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥി CP രാധാകൃഷ്ണൻ ഇന്നലെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരുന്നു. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ്. ബൽറാം, ഇന്ത്യ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥി കൂടി നാമനിർദ്ദേശ പത്രിക നൽകാൻ പോകുന്നു. മുതിർന്ന നേതാക്കളുടെ സാന്നിധ്യത്തിലായിരിക്കും പത്രിക നൽകുന്നത്. സമയം എപ്പോഴാണ് തീരുമാനിച്ചിരിക്കുന്നത് ബൽറാം? റജിത്ത്, ഇന്ന് ഉച്ചയ്ക്ക് 12 മണിയോടെ ഇന്ത്യ സഖ്യത്തിൻ്റെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥി ജസ്റ്റിസ് ബി സുദർശൻ റെഡ്ഡി നാമനിർദ്ദേശ പത്രിക നൽകും എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഇത് ഇന്ത്യ സഖ്യത്തിൻ്റെ ഒരു ശക്തിപ്രകടന വേദിയാക്കാനുള്ള തീരുമാനത്തിലാണ് ഇന്ത്യ സഖ്യം ഉള്ളത്. കഴിഞ്ഞ ദിവസം വൈകിട്ട് ഇന്ത്യ സഖ്യം യോഗം ചേർന്നിരുന്നു. ഈ ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള യോഗത്തിൽ ജസ്റ്റിസ് ബി സുദർശൻ റെഡ്ഡിയും പങ്കെടുക്കുകയും അദ്ദേഹം സംസാരിക്കുകയും ചെയ്തിരുന്നു. രാഹുൽ ഗാന്ധിയെ അഭിനന്ദിച്ചുകൊണ്ട് പ്രകീർത്തിച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ യോഗത്തിൽ സംസാരിച്ചത്. ഒപ്പം തന്നെ ഈ വോട്ടർ പട്ടിക ക്രമക്കേടിനെതിരെ പ്രതിപക്ഷം ആരംഭിച്ചിരിക്കുന്ന ഈ പ്രതിഷേധം, അതിന് അനുകൂലമായ നിലപാടാണ് അദ്ദേഹം ഈ യോഗത്തിൽ പങ്കുവച്ചിരിക്കുന്നത്. ജനാധിപത്യത്തിൻ്റെ സംരക്ഷണത്തിന് ഈ പോരാട്ടം അനിവാര്യമാണ് എന്ന് അദ്ദേഹം യോഗത്തിൽ പറഞ്ഞു. ഇന്ന് ജസ്റ്റിസ് ബി സുദർശൻ റെഡ്ഡി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനായി പോകുന്ന ഘട്ടത്തിൽ പ്രതിപക്ഷ നിരയിലെ മുതിർന്ന നേതാക്കൾ മല്ലികാർജ്ജുൻ ഖർഗെ, KC വേണുഗോപാൽ, പ്രിയങ്ക ഗാന്ധി, ഒപ്പം തന്നെ മറ്റ് പാർട്ടികളുടെ അഖിലേഷ് യാദവ്, NCP അധ്യക്ഷൻ ശരത് പവാർ അടക്കമുള്ള ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗമായ എല്ലാ പാർട്ടികളുടെയും പ്രതിനിധികൾ അദ്ദേഹത്തെ അനുഗമിക്കും. 4 സെറ്റ് പത്രികകളായിരിക്കും അദ്ദേഹം രാജ്യസഭാ സെക്രട്ടറി ജനറലും ഈ തെരഞ്ഞെടുപ്പിൻ്റെ വരണാധികാരിയുമായ PC മോദിക്ക് സമർപ്പിക്കുക. അതിൽ മല്ലികാർജ്ജുൻ ഖാർഗെ തന്നെയായിരിക്കും ആദ്യ സെറ്റ് പത്രികയിൽ അദ്ദേഹത്തെ നിർദ്ദേശിച്ചുകൊണ്ട് ഒപ്പുവെക്കുക. കഴിഞ്ഞ ദിവസമാണ് NDAയുടെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥി CP രാധാകൃഷ്ണൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. പ്രധാനമന്ത്രി അടക്കമുള്ള മുതിർന്ന നേതാക്കളുടെ സാന്നിധ്യത്തിലായിരുന്നു ഈ പത്രികാ സമർപ്പണ ചടങ്ങ്. സമാനമായി തന്നെ ഒരു പത്രികാ സമർപ്പണം എല്ലാ മുതിർന്ന നേതാക്കളെയും പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു പത്രികാ സമർപ്പണമാണ് ഉണ്ടാവുക എന്നാണ് ഇന്ത്യ സഖ്യ നേതാക്കൾ അറിയിക്കുന്നത്. ശരി, ബൽറാം നെടുങ്ങാടി വിവരങ്ങൾ നൽകുകയായിരുന്നു. ഇന്ത്യ സഖ്യ നേതാക്കളുടെ സാന്നിധ്യത്തിൽ പ്രതിപക്ഷ സ്ഥാനാർത്ഥി ജസ്റ്റിസ് ബി സുദർശൻ റെഡ്ഡി ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.